നമ്മുടെ പെർമനന്റ് ജഡ്ജസ് ആയിട്ട് ഇപ്പോൾ ഈ 8ാം ഘട്ടം മുതൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനിയുടെ ജഡ്ജസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KPC ലളിത ചേച്ചി, മഞ്ജു പിള്ള, രശ്മി സോമൻ. വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും ചേട്ടച്ചാര് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ചിലർക്ക് ഒരു ചോദ്യങ്ങൾ തോന്നാം. പക്ഷെ സണ്ണിച്ചൻ എന്തൊക്കെയോ, സണ്ണിച്ചനെ ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ച, സണ്ണിച്ചന് ഒരുപാട് കടപ്പാട് തോന്നുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ സണ്ണിച്ചന് പറയാനുണ്ട്. എന്റെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ 80 വർഷത്തോളം ജോലി ചെയ്ത എന്റെ MD ഉണ്ട്, വില്യംസ് എന്ന് പറയും. എന്റെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരാൻ പുള്ളിയിൽ നിന്ന് കിട്ടിയ കുറെ പാഠങ്ങളാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ പേരൻസ് ഒരു പരിധിവരെ നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മുടെ സ്വഭാവങ്ങളിലും മറ്റു കാര്യങ്ങളും അത് സ്വാധീനിക്കാറുള്ളൂ. കാരണം ഇപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞു, ഞാൻ ഒരുമാതിരി ഓർമ്മ വെച്ചപ്പോൾ ചാച്ചന്റെ ആ ഒരു സ്വാഭാവിക രീതികളും സ്വഭാവം നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്. അമ്മയാണെങ്കിൽ പ്രയർ ഗ്രൂപ്പിനെല്ലാം പോകും, അങ്ങനെ പോകും. അങ്ങനെ ആത്മീയമായി അങ്ങനെ ഒരു സ്വഭാവത്തിനും ഞാൻ വളരെ ഒരു ഊന്നൽ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെങ്കിലും ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. ആ ജീവിതം ആരംഭിക്കുന്ന ടൈമിൽ നിന്ന് ഞാനൊരു 23 മാസമാകുമ്പോഴാണ് ഞാൻ നേരത്തെ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്, റാണീനെ സ്നേഹിച്ച് ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പം കഴിച്ച സമയത്ത് എനിക്ക് ചെറിയ തുച്ഛമായ ശമ്പളത്തിലെ ജോലിയിൽ 2000 സംതിങ് ജോലി. അപ്പൊ അത് വീട്ടിലെ കാര്യങ്ങളും, ചാച്ചനാണെങ്കിൽ ഫാർമ കൂലിപ്പണിക്കാരാണ്, പിന്നെ അമ്മയാണ് ഹൗസ് വൈഫാണ്, ചേട്ടനൊക്കെ ആണെങ്കിൽ ജോലിയായി വരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഇവിടെ പെട്ടെന്ന് കെട്ടേണ്ട സാഹചര്യം ഞാൻ കൈയൊഴിഞ്ഞില്ല. ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് മോളുണ്ടായി, ചിപ്പി മോളുണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ നേരത്തെ ഒരു ലെറ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂർ ജോലി ചെയ്തെന്ന്. അപ്പൊ കോയമ്പത്തൂർ ജോലി ചെയ്തപ്പം ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ജോലി ഉപേക്ഷിച്ച് പോലെയും ചെയ്തത്. ജോലി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ റാണിയായിട്ട് എനിക്ക് അകന്നിരിക്കാനുള്ള ഒരു ഫീൽ. കാരണം അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ജീവിതത്തിൽ വരുമാനം കാര്യങ്ങളൊന്നുമല്ല, കാരണം ഞാൻ അവളോട് ജീവിതം സന്തോഷിച്ച് പോവുക. അപ്പം ദുഃഖത്തിലായാലും കുറവിലാണെങ്കിലും അങ്ങനെ ഞാൻ അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇപ്പം പെട്ടെന്ന് ഞാൻ റാണ്ട് പറഞ്ഞ് നമുക്ക് തൊടുപുഴ എറണാകുളത്ത് ഞാൻ ഹോട്ടൽ ഡിപ്ലോമയാണ്. അപ്പം ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് പല സ്റ്റാർ ഹോട്ടലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വർക്ക് ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സേഫായൊരു ജോലി, ഞാൻ സൺറൈസ് AC ആണ്. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫാമിലി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സെക്ഷനുകൾ. ഇപ്പം നമുക്കവിടെ വരുമാനമല്ല, നമുക്ക് സേഫ്റ്റി ആയൊരു ജോലി, ഞാൻ വെയിലൊന്നും കൊള്ളാതെ ഒതുങ്ങിപ്പോ ആ ഒരു ജോലിയിൽ ഞാൻ ഈ ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ കല്യാണം കഴിച്ച് ഇത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു ജോലി അന്വേഷിച്ചിറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ആ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ്. കാര്യം ഞാൻ വേറെ ഫീൽഡിനെ പറ്റി എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഫീൽഡിൽ ജോലി തപ്പിയപ്പോൾ എന്റെ ഇളയ അങ്കിളുണ്ട് എറണാകുളത്ത് അർബൻ ബാങ്കിലെ സ്റ്റാഫ്, ഞാൻ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കെയർ ഓഫിൽ ഇവിടെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് തന്നെ വിടുവാണ്. അവിടെ റിസപ്ഷൻ ഒരു വേക്കൻസിലാണ് ഞാൻ പോണത്. ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് എന്തിനും ഹോട്ടൽ ഡിപ്ലോമ പഠിച്ച ആൾ പോണത്. അപ്പോൾ ഞാൻ റിസപ്ഷനായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഞാൻ ചെന്ന് പുള്ളിക്ക് അന്ന് വരലാണ് 100 താഴെ, എന്ന് പറഞ്ഞാൽ 50 താഴെയുള്ള സ്റ്റാഫുകളുള്ള സമയത്ത്. ഇന്നിപ്പോൾ 1000 മേൽ സ്റ്റാഫുകളുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു MD ആണ്, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പേടിച്ചിരിക്കണം. പലരും ചോദ്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങളായിക്കോളും, പ്രിപ്പയർഡൊക്കെ ഇരിക്കണം. പുള്ളി അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞ് പേരുന്ന സണ്ണി, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തോ എന്റെ ഒരു സംസാര ശൈലികളും കാര്യങ്ങളും ഞാൻ പുള്ളിയുടെ ഇന്ററാക്റ്റും. പുള്ളി പറഞ്ഞു ഇവിടെ റിസപ്ഷനിൽ ഒരു പോസ്റ്റ് ഇല്ല സണ്ണി, നമുക്ക് മാർക്കറ്റിംഗിൽ, വണ്ടി 3 വീലറിന്റെ ഒരു ഡീലർഷിപ്പാണ്, മാർക്കറ്റിംഗിലാണ്. അപ്പം മാർക്കറ്റിംഗിൽ ഇരിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് എനിക്ക് താല്പര്യമില്ല. കാര്യം ഞാൻ നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏത് ജോലി ചെയ്യാനുള്ള വിമുഖതയാണ് നമ്മൾ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സേഫായ ജോലി. എനിക്ക് പിന്നെ ഒരു മാർക്കറ്റിംഗ് വരുമ്പം റൂട്ടിൽ പോകണം, ആൾക്കാരെ കാണും, വെയിൽ കൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കണം. അപ്പൊ ഞാൻ കൊടുത്താ നമുക്ക് പുറത്തു പോയിട്ട് എന്തും ചെയ്യാം. അപ്പം ആ ഒരു അതെനിക്ക് ഒരു വലിയൊരു മെസ്സേജാണ് ചെറുപ്പക്കാർ നമ്മൾ അത് എനിക്ക് മാറ്റം വരുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് പുള്ളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്നെ പുള്ളിയുടെ ലൈഫ് എന്നോട് ചെറുതായി ഷെയർ ചെയ്തു. കഴിഞ്ഞ പുള്ളി സാധാരണ ഒരു ലെവലിൽ നിന്നും ഓരോ ബിസിനസ് ചെയ്ത് ഈ ലെവലിൽ എത്തി. ഞാനും എന്റെ വൈഫും കൂടിയാണ് കോപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ബിസിനസ്സിൽ എത്തിയത്. അപ്പൊ അത് സത്യം അത് തന്നെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ചെറുങ്ങനെ ടച്ച് ചെയ്തു. അപ്പൊ റാണിയുടെ ഒരു ഉപദേശം വന്നു, സണ്ണിച്ച നമുക്കിപ്പോൾ ജോലി ആവശ്യമാണ്, നമുക്ക് വരുമാനമില്ല. അപ്പം തീർച്ചയായിട്ടും സണ്ണിച്ചന് ആ ജോലി കയറിയിട്ട് നമുക്ക് അവിടെ നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് വേറെ ജോലിക്ക് മാറാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് വിളിക്കൊരു സുപ്രഭാതത്തിൽ, സാറേ ഞാൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്റെ മനസ്സിലെ ഐഡിയ 1 മാസം നിൽക്കുക. അപ്പൊ പുള്ളിയോട് പറഞ്ഞു 1 മാസം നിൽക്കുക, നീ 1 മാസം നിന്നിട്ട് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു എൻഫീൽഡ് 2 വീലർ അപ്പം ഓഫർ ചെയ്തു. മാർക്കറ്റിംഗിൽ ഒരു 3 മാസം സെപ്റ്റംബർ ഹാർഡ് വർക്ക് ചെയ്തു. പുള്ളിയുടെ പ്രാക്ടിക്കൽ എനിക്കുന്ന ഡയറക്ഷൻസ് എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ചു. അപ്പൊ പുള്ളി അതനുസരിച്ച് പുള്ളി വരുന്ന ഡയറക്ഷനിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ നിന്ന് ഒരു 3 മാസം പുള്ളി ഒരു ബ്രാഞ്ച് ഇട്ടു വന്നു. ആ ബ്രാഞ്ച് ഇട്ടപ്പോൾ തൊടുപുഴയിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരെ. അതിന്റെ ബ്രാഞ്ച് മാനേജറിനെ ഞാൻ തന്നെ കയറി. അവിടെ
ഒരു ലേഡി സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ സ്റ്റാഫ് നിർഭാഗ്യവശാൽ വന്നില്ല. ഒരു പ്രാവശ്യം റാണിനെ യാദൃശ്യമായിട്ട് പുള്ളിയുടെ വൈഫ് കണ്ടു. അപ്പം റാണിനെ ജോലിക്ക് കയറ്റുന്ന കുഴപ്പം, സണ്ണിക്ക് ഇങ്ങനെ ആളുണ്ടായിട്ടാണ് അവിടെ നിർത്തിയിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് ഔട്ട് ചെയ്തു. ആളെ പിന്നെ അവിടുത്തെ റിസപ്ഷനിസ്റ്റും പ്ലസ് അക്കൗണ്ട്സ് നോക്കാൻ പുള്ളിയെ കയറ്റി. ഞാൻ ബ്രാഞ്ച് മാനേജർ കയറി. നമ്മൾ 7 സ്റ്റാഫാണ്. അവിടുന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു പുള്ളിയിൽ. സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു ജോലി, അവൾക്കൊരു ജോലി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇപ്പം ഞാൻ അന്നും മാനേജറിന് റൂമിൽ ഇരിക്കില്ലായിരുന്നു. എന്റെ മനസ്സിലായി എവിടെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ആള് എനിക്ക് ആ ലൈഫിൽ തന്ന സപ്പോർട്ടിങ്, അല്ലെങ്കിൽ എനിക്ക് റാണിക്ക് തന്ന ജീവിതത്തിൽ തന്ന ആ ഒരു ഇതിലാണ് ഞാൻ ടേണിംഗ് പോയിന്റിലാണ് ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാനും ഞാനൊരു ലക്ഷ്യസ്ഥാനത്ത്. പിന്നെ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഉയർന്നു വരിക, ജോലി ചെയ്യണം. അങ്ങനെ കോൺഫിഡൻസ് ആയി. പിന്നെ ഒരുപാട് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന ഒരു OM ആയി, ഓപ്പറേഷൻ മാനേജറായി. ആ പൊസിഷനിലേക്ക് പുള്ളി എന്നെ പിടിച്ചേൽപ്പിച്ചതും ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു. ഒപ്പം റാണിയും വളരെ കോപ്പറേറ്റ് ചെയ്തു. സാറിന്റെ സപ്പോർട്ടും സഹായവും കൊണ്ട് ഞാൻ നല്ല നിലയിലേക്ക് ഈ ജോലിയുടെ എല്ലാ പ്രാക്ടിക്കൽ നോളജ് എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകാം, എല്ലാം പുള്ളിൽ നിന്ന് എനിക്ക് ഒരുപാട് ഹൃദയത്താക്കാൻ പറ്റി. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പൊ 3 വർഷമായി ഞാൻ നിർഭാഗ്യവശാല് ഒരു ഇൻകൺവീനിയൻസിങ് പ്രോബ്ലം, പുള്ളി എന്നെ ഒരു സുപ്രഭാതത്തിൽ ഫോണിൽ വിളിച്ച് എന്നെ മനസ്സിന് ഭയങ്കരമായിട്ട് തളർത്തുന്ന ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഞാനും റാണിയും ആ സ്ഥാപനത്തിൽ അത്രയും കൂടെ നിന്ന് അത്ര സ്ഥാപനം പുള്ളി ഇങ്ങനെ ഹർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തായിരുന്നു. ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുത്ത് ഞാൻ റിസൈൻ ചെയ്തു. 1 മാസമുള്ള എല്ലാവരുടെ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്ത് വളരെ ഇതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ 1 മാസം വളരെ വിഷമിച്ചിരുന്നു. ഒരു മാർഗ്ഗം ഞാൻ കാണാതെ സാറിന്റെ ഈ ഒരു ഫീൽ ഇപ്പൊ റാണിക്കും ഭയങ്കര ഹർട്ട് ചെയ്തു. റാണി പറഞ്ഞു, റാണി ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട്സ് മാനേജറാണ്, നമുക്ക് ഇച്ചിരി കള്ളത്തരം കാണിച്ചിരിക്കണമെങ്കിൽ വേണമെങ്കിൽ പുള്ളി 2 ചീത്ത പറഞ്ഞാൽ വീട്ടിൽ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷെ എന്റെ മനസ്സാക്ഷി അനുഭവിച്ചില്ല. അപ്പം ഞാനത് ഇറങ്ങിക്കഴിഞ്ഞ് 1 മാസം വീട്ടിൽ നിന്നപ്പം സാറിനെ ഒരു പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല. തിരിച്ച് ആളെന്തുകൊണ്ട് സണ്ണി റിസൈൻ ചെയ്തെന്നുള്ള എന്നോട് അന്വേഷിച്ചു പോലുമില്ല. 1 മാസം എനിക്ക് ഭയങ്കര 9 വർഷം ഞാൻ ഇവിടെ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പവർ ടൂൾസിന്റെ അപ്പൊ എനിക്ക് ബിസിനസ് മൈൻഡിലേക്ക് പോകണമെന്ന് പുള്ളി തന്ന ഒരു ഹാർഡ് വർക്ക് ഇല്ലായ്മയെന്ന് വളർന്നു വന്ന പുള്ളി ഒരു അനുഭവം എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാം, വീണ്ടും എനിക്ക് കയറി വേണം, റിക്കവർ ചെയ്യണം. അപ്പൊ ഞാനൊരു പവർ ടൂൾസിന്റെ ഹയറിംഗിന്റെ പരിപാടി ഞാൻ അവിടെ നിന്ന് ഫ്രണ്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് ചെറിയ ഷീറ്റൊക്കെ കെട്ടി ഒരു സ്പെയർ പാർട്സും വർക്ക്ഷോപ്പ് തുടങ്ങി. ഞാൻ തന്നെയാണ് അവിടെ സ്റ്റാഫായിട്ടിരുന്നത്. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് ഇത്രയും വലിയ പൊസിഷൻ താഴെ വന്ന് ഞാൻ തന്നെയാണ് ബില്ല് എഴുതാനും ഈ സ്പെയർ കൊടുക്കാനിരുന്നത്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് വീണ്ടും വളർന്നു വന്നു. അങ്ങനെ വളർന്നാണ് ഞാൻ ഇപ്പൊ ഒരു വർക്ക്ഷോപ്പ് കേട്ട് പിന്നെ സ്റ്റാഫുകളായി. ഇപ്പം ഒരു 3 വർഷമായി ഞാൻ ജീവിതത്തിൽ വീട് വെച്ചു, ഒരു വീട് പണിച്ചു പണിതു. അങ്ങനെ എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വന്നു. ഒരുപാട് മാറ്റങ്ങൾ സണ്ണിച്ചന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരൻ ആ ജോലി അന്ന് സഹായിച്ച, അതായത് സണ്ണിച്ചൻ മറ്റേ ഹോട്ടലിലൊക്കെ മാത്രം സുഖമായിട്ടിരുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സണ്ണിച്ചനെ. അതുകൊണ്ട് പറയത്തില്ല, നമുക്ക് ജോലി എന്ത് ചെയ്യാന്നുള്ളൊരു തന്റെ ഇടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും എനിക്ക് വളരെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതെന്റെ ലൈഫിന്റെ പേരെന്താണ്? വില്യംസ്. അദ്ദേഹത്തിന് സണ്ണിച്ചനും കുടുംബവും എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം കടപ്പാട് അവർക്കുണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി നമ്മുടെ ബഹുമാന്യരായ ജഡ്ജസ് ഇദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി എന്താ പറയുന്നത് നോക്കാം. ചേച്ചി. തൊടുപുഴ വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരില്ലേ? അദ്ദേഹം ഒരു വഴികാട്ടി എന്ന് വേണം അപ്പൊ പറയാനായിട്ട്. നമുക്ക് ജോലി തന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ പറഞ്ഞു കേൾപ്പിച്ചപ്പോ സണ്ണിക്ക് അത് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തോന്നി മനസ്സിൽ. അതാണ് വഴികാട്ടി എന്ന് ഞാൻ പറയാൻ കാരണം. അതാണ് ഇവിടം വരെ എത്താനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടായത്. അതിന്റെ കൂടെ എനിക്ക് ഇപ്പം പറഞ്ഞു കേട്ടിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാണിക്കാണ് ഫുള്ളായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു ഭാര്യ കൂടെ ഇല്ലെന്ന് വരില്ല, ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് റാണിയാണ്. റാണിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടോ. സണ്ണി അവിടുന്ന് പോന്നിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നില്ലേ റാണി. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന റാണിയാണ്. എല്ലാത്തിനും ഒരാൾ റാണി. പിന്നെ റാണിയെ പറ്റി എപ്പോഴും പറഞ്ഞാൽ ശരി, ആക്ച്വലി പറയുകയാണെങ്കിൽ എന്നെ ശരിക്കും റാണിയാണ്. അത് എപ്പോഴും നമുക്ക് പറയാതെ ഫാമിലി. അപ്പൊ അത് പിന്നെ എനിക്ക് സാറിനെ എന്റെ മനസ്സാക്ഷിയിൽ പുള്ളി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് സണ്ണിയുടെ റാണി എന്നും റാണിയായിട്ട് വാഴട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മഞ്ജു. സണ്ണിയുടെ മനസ്സിന് സണ്ണിയെ സ്വാധീനിച്ച ഏറ്റവും വലിയ വ്യക്തി വില്യംസ് എന്ന് പറഞ്ഞ മാന്യ വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടെ ടു ബി ഫ്രാങ്ക് ഒട്ടും കൺവിൻസ്ഡ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാല് സണ്ണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹം എനിക്ക് തന്ന ജോലി തന്ന് സഹായിച്ചു, റാണിയെ സഹായിച്ചു. പിന്നെ പുള്ളിയുടെ ഞാൻ പിന്നെ പറഞ്ഞ മൊത്തം ആദ്യം തൊട്ടേ പുള്ളിയുടെ പറയാം. ഒരുപാട് ടൈം നമുക്കറിയാം പുള്ളി ചെറുപ്പം. അമ്മ അതുകൊണ്ടാണ് പറഞ്ഞത്, കാരണം പുള്ളിയെ കുറിച്ച് ഒന്നും കേൾക്കാം. കൂടുതലും ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്ത സംഭവം റാണിയാണ്.
റാണി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് സണ്ണിക്ക് ഇത്ര ഉയർച്ച ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജോലി തന്നു എന്ന് പക്ഷേ മാഡം ജോലി തന്ന മാത്രമല്ല, ജോലി തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ജോലി തരും. പക്ഷെ നമ്മൾ ജോലി തന്നപ്പോൾ അതിനെ എനിക്ക് എന്റെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്നെ പിടിച്ച് ഒരു OM പോസ്റ്റിൽ അങ്ങനെ എനിക്ക് ഒരു പ്രൊമോഷൻ അയാൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനെയമ്മ നമുക്ക് ഇതാക്കിക്കൂടെ? നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി നമുക്കൊരു നല്ല ഭാവി ഒന്നും എല്ലാം ചെന്ന നമ്മൾ സ്വാധീനിച്ച ഒരു വ്യക്തി അച്ഛൻ എന്ന് പറയുന്നതിൽ കേൾക്കാൻ രസമുണ്ട്. എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം വന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആ പ്രാക്ടിക്കൽ നോളജ് ബിസിനസ് പരമായിട്ട് ഞാൻ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതാണ്. അല്ലാതെ ആത്മീയമായിട്ടല്ല. ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ കഷ്ടപ്പെടണമെന്നും എങ്ങനെ കയറി വരാന്നുള്ളത് ആളുടെ പ്രാക്ടിക്കൽ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഞാൻ പറ്റിയത്. അതെന്താ കാര്യം എന്ന് വെച്ചാലേ, നമ്മള് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ എത്രയാവട്ടെ, അതിനകത്ത് ഞങ്ങളെ കൺവിൻസ് ചെയ്യിക്കണം ഇത് നല്ലതാണ്. വേറെ എവിടെയെങ്കിലും നമ്മൾ പോയി നന്നായി പെർഫോം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ തരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ പെർഫോം ചെയ്യണം. നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ആയിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. സണ്ണിയുടെ കഥയാണ് ഞങ്ങൾ അത് അവതരിപ്പിച്ചെങ്കിൽ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയാൻ പുള്ളിയെ പറ്റി പറയാനുള്ളത് അത് തന്നെ പറഞ്ഞ കൺവിൻസ് നിങ്ങൾക്ക് ആര് വേണമെങ്കിലും അവതരിപ്പിക്കാം. നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞ് സണ്ണിക്ക് ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും റിമി ആയാലും ആരിനെ വേണമെങ്കിലും പറയാം. പക്ഷെ ഞങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യിക്കണം ഇത് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്. എനിക്ക് ഒത്തിരി പുള്ളിയെ പറ്റി പറയാനില്ല. എനിക്ക് ആ ഒരു ജോലി തന്ന സഹായിച്ചതും പറ്റില്ല. അല്ല വേണ്ട, അല്ല ഞാൻ എനിക്കതേ ഉള്ളൂ. ഓക്കെ, സ്വാധീനം ചെലുത്തി നമ്മുടെ പോയിന്റ് വിട്ടു പോയി എന്ന് മാത്രം ജഡ്ജസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വില്യംസിനല്ല മാർക്ക് കൊടുക്കുന്നത്, ഞാൻ റാണിക്കാണ് മാർക്ക് കൊടുക്കുന്നത്. 6.5 മാർക്കുണ്ട്. താങ്ക് യു ലളിത ചേച്ചി. 6.5 മാർക്ക് കിട്ടിയിരിക്കുന്നു. മഞ്ജു ചേച്ചി, നിങ്ങൾ പറഞ്ഞ കൺവിൻസ് ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ 7 മാർക്ക് തരുന്നു. രശ്മി, ആ ഒരു ടൈമിന്റെ ഉള്ളിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ 7 മാർക്ക് തരുന്നു. 2 7 + 6.5 20.5 20.5. സണ്ണിച്ചനും റാണിക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ ഓക്കെ. പ്രണയമുന്തിരികൾ പൂക്കും പ്രിയേ. ഞാൻ പ്രിയല്ല, ലക്ഷ്മിയാ. അയ്യോ, ഞാൻ സാഹിത്യരൂപേണ വിളിച്ചതല്ലേ. എങ്കിലും ഓക്കെ. അച്ഛാ മിണ്ടാരുത്. നില്ലടി അവിടെ. ഇല്ല, നിൽക്കൂല. ചോറ്